Assalamu alaikum. This is the 5th class for you. Today we are going to do word problems. Okay, other problems are over. Today the last of the chapter. Today the word problems we are going to do. The first question is the population of two villages A and B is 7,864 and 7,684 respectively. Which village has more population? What is the meaning of this word problem? What is the meaning of this question? The population of two villages A and B is these two numbers. അതായത് രണ്ട് വില്ലേജ് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വില്ലേജ്, അവിടെ രണ്ടിടത്തെയും പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരിടത്ത് എയിലെ പോപ്പുലേഷൻ 7,864 ബിയിലെ പോപ്പുലേഷൻ 7,684 ആണ്. Then which village has more population? ഏത് വില്ലേജിലാണ് കൂടുതൽ പോപ്പുലേഷൻ എന്ന് അറിയണം. പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, അവിടെ താമസിക്കുന്ന ആൾക്കാർ, ജനസംഖ്യ എന്ന് പറയും അല്ലേ, അവിടെ താമസിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് വില്ലേജിലാണെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. സോ in a word problems we want to write the statements also അല്ലേ. വേർഡ് പ്രോബ്ലത്തിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം, ചുമ്മാ ആൻസർ അങ്ങ് കണ്ടുവച്ചാൽ പോരാ. അപ്പം സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം നമുക്ക് എഴുതണം. എന്തെഴുതാം? സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എങ്ങനെ എഴുതി തുടങ്ങുന്നത്? ആദ്യം ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആക്കി എടുത്തെഴുതണം. സോ ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യം പോപ്പുലേഷൻ ഓഫ് ടു വില്ലേജസ് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് എ, പിന്നെ പോപ്പുലേഷൻ ഓഫ് വില്ലേജ് ബി, then which village has more population? So the first statement is population of village A is equal to എത്രയാണോ എയിലെ പോപ്പുലേഷൻ 7,864. then population of village B is equal to 7,684. The next village that has more population that we want to find. വില്ലേജ് ദാറ്റ് ഹാസ് മോർ പോപ്പുലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് ഏത് രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് നോക്കിക്കേ. ഏതിനകത്ത് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് ഏതാണ് വലിയ നമ്പർ എന്ന് കണ്ടുപിടിക്കും. നമ്മൾ ഏത് പോർഷൻ ആയിരുന്നു പഠിച്ചത്? കമ്പയറിങ് നമ്പേഴ്സ് പഠിച്ചല്ലേ. നമ്മൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ വെച്ചിട്ട് നമ്മൾ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ പഠിച്ചായിരുന്നു അല്ലേ. ആ കമ്പാരിസൺ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഏത് വില്ലേജാണ് ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഏത് വില്ലേജിലാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ രണ്ട് നമ്പേഴ്സ് നമുക്ക് എഴുതാം. 7,864 and 7,684. So we can put a box in between them. Then we can find which number is greater. Can you find which number is greater? മിസ് മെത്തേഡ്സ് പറഞ്ഞു തന്നായിരുന്നല്ലോ, ഏത് നമ്പറാണ് വലുത് ചെറുതെന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് മിസ് പറഞ്ഞു തന്നില്ലായിരുന്നോ? അത് വെച്ചൊന്ന് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, നമ്മൾ കമ്പയർ ചെയ്യുമ്പം രണ്ടിനകത്തും സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ്. 1 2 3 4. ഹിയർ ഓൾസോ 1 2 3 4. രണ്ടും സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരുമ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താണ്? അതിൻ്റെ വെരി ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്ന് നോക്കണം. ഹിയർ ലുക്ക് ഇറ്റ്, both the numbers were same, 7 ആണ് അല്ലേ. then അത് ഫസ്റ്റ് ഡിജിറ്റ് സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് നോക്കേണ്ടത്? if it the moving to the next place and look it is greater or lesser. ആദ്യത്തെ ഡിജിറ്റ്സ് രണ്ടും 7 ആണ്, സെയിം ആണ്, നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. then moving to the next number, here it is 8 and here it is 6. which one is greater among 8 and 6? Yes, 8 is greater among 8 and 6. So ഈ നമ്പറാണ് ഇതിനകത്ത് ഇതിലും കട്ടി വലുത്. അപ്പോൾ ഈ നമ്പറാണ് വലുതെന്ന് നമുക്ക് പറയാം. So look here, 7,864 is greater among these two numbers.
ഇനി 7864 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് വില്ലേജിലെ പോപ്പുലേഷൻ ആണ്? വില്ലേജ് എയിലെ ആണോ വില്ലേജ് ബിയിലെ ആണോ? യെസ്, പോപ്പുലേഷൻ ഓഫ് വില്ലേജ് എ ഈസ് 7864. Then we can say that village A has more population. So you have to write in the down village A has more population. So only one word problem you have in this chapter. So what is the word problem? The population of two villages they given A and B, two numbers they given. Then we want to find which village has more population. For that we are which method we used here? We done comparison of numbers here. So your chapter is over here. ഈ ഒരു ചാപ്റ്ററാണ് മൊത്തം കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് പഠിച്ചത്. കഴിഞ്ഞ 4 വീഡിയോസ് ഈ വീഡിയോയുടെ കൂട്ടി 5 വീഡിയോസിൽ നമ്മൾ പഠിച്ചത് ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് ആദ്യം മുതൽ ഒന്ന് റിവൈസ് ചെയ്ത് വരാം. ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? ചാപ്റ്റർ 1 4 ഡിജിറ്റ് നമ്പർ. മാത്സിലെ ഈ 3rd സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1 4 ഡിജിറ്റ് നമ്പേഴ്സ്. എന്താണ് 4 ഡിജിറ്റ് നമ്പേഴ്സ്? 4 ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വി ഡൺ സം നമ്പർ നെയിംസ് ആൻഡ് expand the following using these numbers. Then we newly studied this class successor and predecessor. We studied what do you mean by successor? The number which comes just after a number is certain number is called successor. And how will you get the successor of a number? When we add 1 with that certain number we will get successor. അല്ലേ? എങ്ങനെയാണ് നമ്മൾ സക്സസർ കണ്ടുപിടിക്കുന്നത്? സക്സസർ എന്ന് പറയുന്ന ഒരു certain തന്നിരിക്കുന്ന ഒരു certain നമ്പറിന്റെ വെരി നെക്സ്റ്റ് ആയിട്ട് വരുന്ന ആഫ്റ്റർ വരുന്ന നമ്പറിനെയാണ് സക്സസർ എന്ന് പറയുന്നത്. സക്സസർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തന്നിരിക്കുന്ന നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ സക്സസർ കിട്ടും. Then we studied predecessor. Okay, predecessor. How will you find predecessor? What do you mean by predecessor? The number which comes just before a certain number. തന്നിരിക്കുന്ന ഒരു നമ്പറിന്റെ തൊട്ട് ഫ്രണ്ടിലും തൊട്ട് ബിഫോർ വരുന്ന നമ്പറിനെയാണ് predecessor എന്ന് പറയുന്നത്. predecessor എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? How will you find predecessor? Yes, we want to subtract 1 from that given certain number, then we will get predecessor. അല്ലേ? തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് predecessor കിട്ടും. That topic we already studied. Then we done some exercises based on that topic. After that we studied ascending order and descending order. That you already studied in 2nd standard also. How will you find the ascending order of how will you do the numbers in ascending order? Yes, you have to write from lesser to greater. ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? ascending order. And descending order means you have to write from greater to lesser. വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതുന്നതിനാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ആ പോർഷനും നമ്മൾ പഠിച്ചിരുന്നു. Then we studied how to write the number names of 4 digit number. അല്ലേ? 4 digit നമ്പറിന്റെ നമ്പർ നെയിംസ് എഴുതാൻ നമ്മൾ പഠിച്ചു. Then we moved it to place value and face value. അല്ലേ? What do you mean by place value and what do you mean by face value? Place value of a digit changes according to its place occurs. Place value എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ പ്ലേസ് വാല്യൂ, ഒരു നമ്പറിൽ തന്നിരിക്കുന്ന ഡിജിറ്റ്സിന്റെ പ്ലേസ് വാല്യൂസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതൊക്കെ ആ ഡിജിറ്റ് ഒക്യൂർ ചെയ്തിരിക്കുന്ന പ്ലേസ് ഏതാണോ ആ പ്ലേസിനെ ബേസ് ചെയ്തിരിക്കും. അത് വൺസിലാണെങ്കിൽ വൺസ് ആയിരിക്കും, അത് ടെൻസിലാണെങ്കിൽ ഇൻറ്റു 10 ആയിരിക്കും, അത് 100ലാണെങ്കിൽ ഇൻറ്റു 100 ആയിരിക്കും. അങ്ങനെ പോവും പ്ലേസ് വാല്യൂസ്. ദെൻ ഹൗ വിൽ യു ഫൈൻഡ് ഫേസ് വാല്യൂ? ഫേസ് വാല്യൂ ഓഫ് എ നമ്പർ ഡിജിറ്റ് ഇൻ എ നമ്പർ ഈസ് ദാറ്റ് ഡിജിറ്റ് ഇറ്റ് സെൽഫ്. അല്ലേ? ഒരു നമ്പറിൽ ഫേസ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഡിജിറ്റിൻ്റെ അതേ സെയിം ഡിജിറ്റ് തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ വി ഡൺ സം എക്സസൈസസ് about face value and place value. Then we moved to comparison of numbers. അല്ലേ? How will you compare the numbers? We use some symbols for comparing numbers, isn't it? Which symbols we used to compare? Less than, greater than and equal to. These 3 symbols we are used to compare the two numbers. Okay. Then we studied 2 rules for comparing numbers. What is the first rule? The numbers having more digits is always greater than the numbers with less digits. അല്ലേ?
രണ്ട് നമ്പേഴ്സ് തരുമ്പോൾ അതിനകത്ത് മോർ ഡിജിറ്റ്സ് ഏത് നമ്പറാണോ അതായിരിക്കും വലിയ നമ്പർ. പിന്നെ വേറൊരു റൂള് പഠിച്ചത് എന്താണ്, രണ്ട് നമ്പറിലും സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് വന്നാൽ നമ്മൾ അതിൻ്റെ വെരി ലെഫ്റ്റ് സൈഡിൽ നിന്നും വെരി ഫസ്റ്റ് നമ്പർ വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് നമ്പർ സെയിം ആണെങ്കിൽ നെക്സ്റ്റ് നമ്പറിലോട്ട് പോകും. നെക്സ്റ്റ് 2 നമ്പേഴ്സും 2 നമ്പേഴ്സിനും നെക്സ്റ്റ് 2 ഡിജിറ്റ്സും സെയിം ആണെങ്കിൽ പിന്നെ അങ്ങനെ കമ്പയർ ചെയ്യും. അതിൻ്റെ അപ്പുറത്തെ നമ്പറിൽ വൺസ് ഹൺഡ്രഡ്സ് പ്ലേസിൽ കിടക്കുന്ന പോവും, പിന്നെ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന കമ്പയർ ചെയ്യും. അതല്ലെങ്കിൽ വൺസ് പ്ലേസിൽ കിടക്കുന്ന കമ്പയർ ചെയ്താണ് നമ്മൾ. ഇതാണ് 2 റൂള് നമ്മൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു യൂസ് ചെയ്ത് കമ്പാരിസൺ ഓഫ് നമ്പേഴ്സിൻ്റെ 2 റൂൾസ് നമ്മൾ പഠിച്ചത്. Then we done some exercises based on comparison of numbers. Then we find the greatest and smallest 4-digit numbers using some digits. അല്ലേ, 4 ഡിജിറ്റ്സ് തന്നിട്ട് ആ ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു. ആ പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ദാറ്റ് ടോപ്പിക് ഓൾസോ ഫിനിഷ്ഡ്. Then today what we studied, we studied one word problem based on comparison of numbers. അല്ലേ, കമ്പാരിസൺ ഓഫ് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള 1 word പ്രോബ്ലം നമ്മൾ ഇന്ന് പഠിച്ചു. അങ്ങനെ യുവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ. ഫുൾ ചാപ്റ്ററിൻ്റെ നോട്ട്സും മിസ് വാട്സപ്പ് വഴി അയച്ചു തരാം. ഫുൾ നോട്ട്സ് എഴുതി വെക്കണം. ഇൻഷാ അല്ലാഹ് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.